വിദിത തത്വയായി തീർന്നു എന്ന് പറഞ്ഞാലോ? എന്ത് തത്വം മനസ്സിലായി എന്നാ യശോദയ്ക്ക്? ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ ആ 2-ാമത്തെ അധ്യായത്തിൽ സൂതമഹാശയൻ ശൗനകാദികളോട് പറയും, വദന്തി തത്വവിദ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദയതേ. ബ്രഹ്മമെന്നും പരമാത്മാവ് എന്നും ഭഗവാൻ എന്നുമൊക്കെ പല പല മാർഗികളായിരിക്കുന്ന ആളുകൾ ഒരേ പേരിട്ട് വിളിക്കുന്നത് യാതൊരു അദ്വയമായിരിക്കുന്ന ജ്ഞാനമോ അതാകുന്ന തത്വത്തെ തത്വവിത്തുക്കൾ തത്വം എന്ന് പറയുന്നു. എന്ത് തത്വത്തെ അവരറിയണത്? ഈ തത്വം അറിയണത് രണ്ടില്ല, ഞാനടക്കമെല്ലാം ഈ കൃഷ്ണനിൽ എന്ന തത്വമാണ് യശോദയ്ക്ക് ഭഗവാൻ അറിയിച്ചത്. പക്ഷേ അങ്ങനെ തത്വജ്ഞാനിയായിട്ടിരുന്നാൽ, യശോദ തത്വജ്ഞാനിയായാലേ ഉച്ചയ്ക്ക് മുണുങ്ങാനൊന്നും കിട്ടില്ല. അപ്പം എന്ത് ചെയ്തു? വൈഷ്ണവീം യതനോന്മായാം, തൻ്റെ ആ വൈഷ്ണവിയായിരിക്കുന്ന മായയെ പ്രയോഗിച്ച് സ്തനമംബദിശേതി, അമ്മേ അമ്മിഞ്ഞ എന്ന് പറഞ്ഞങ്ങോട്ട് കരഞ്ഞു. കരയെ ചുരുക്കി എന്തോ ചെയ്തു. അത് കണ്ടപ്പോൾ യശോദ എല്ലാം മറന്നു. പരീക്ഷിത്ത് രാജാവ് പോലും ഈ കഥ പറഞ്ഞ ശുകമഹർഷിയോട് ചോദിച്ചു, ഇത് എന്ത് തപസ് ചെയ്തു യശോദയും നന്ദഗോപരും ഇങ്ങനെയൊരു ഭാഗ്യം അനുഭവിക്കാൻ? ധന്യമാരിൽ ധന്യ അമ്മമാർക്കും നീ അമ്മയാമമ്മേ, നിന്മൈ പുൽകുന്നു പുണ്യത്തിൻ പുഞ്ചം. അങ്ങനെ ആ പുണ്യപുഞ്ചമായിരിക്കുന്ന ഭഗവാനെ മാറോട് ചേർക്കാൻ, പാല് കൊടുക്കാൻ, ആ പാലിങ്ങനെ വായയിൽ നിറഞ്ഞ് അവിടെ പൂവാറാവുമ്പോൾ കുറേശ്ശെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുമ്പോഴേക്കും വേഗം യശോദ ആ പെരുവരലോണ്ട് ഒന്നങ്ങനെ തുടച്ച് ആ വായയിലേക്ക് തന്നെ ആക്കി. അമ്മ അത് പൂവാണ്ട തന്നൂലോ, സന്തോഷമായി കേട്ടോ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ഒരു ചിരി ഉണ്ടാപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ഈ വിശ്വത്തിൽ വേറെ ആരൊക്കെ കിട്ടിയിട്ടുള്ളത്? തരളമതി യശോദ സ്തന്യത ധന്യ. ആ യശോദയോളം ധന്യയായിട്ട് ആരാ ഈ വിശ്വത്തിലുള്ളത്? അതിന് അനവധി കാലം ആ അഷ്ടവസുക്കളിൽ ഒരാളായിരുന്ന ദ്രോണരായിരിക്കുമ്പോൾ നന്ദഗോപരും അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന ധരയും അനവധി തപസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ മടിയിലിരുത്തി, ചുവലിലിരുത്തി, തലയിലിരുത്തി, കയ്യിൻ്റെ വിരലുകളിൽ പിടിപ്പിച്ച് നടത്തിക്കാനും ഇരുത്താനും കടത്താനും പാല് കൊടുക്കാനും പീലി ചാർത്താനും മാല ചാർത്താനും പാദസരി ഇടിയിക്കാനും ഒക്കെ കിട്ടണ ആ ഭാഗ്യം അതങ്ങനെ ചുളിവിൽ കിട്ടണതല്ല. അത് ചിരകാലത്തെ തപസ് കൊണ്ട് കിട്ടണതാണ് എന്നർത്ഥം. ഇന്നിപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ തലേ ദിവസത്തെ ഒരുക്കുമാനങ്ങളൊക്കെ കടന്നുറങ്ങണ സമയത്ത് ആകെ അലങ്കാരമാക്കിയിട്ടാണ് കിടത്തുക. പക്ഷെ വിളിച്ചാൽ എണീക്കുമ്പോഴേക്കും അതൊക്കെ അലങ്കോലാവും. പീലി ചാർത്തിയതൊക്കെ അഴിഞ്ഞിട്ടുണ്ടാവും, ഗോപിക്കുറി തൊടിയിച്ചതൊക്കെ പോയിട്ടുണ്ടാവും, പട്ടുകോടകത്തിൻ്റെ മുൻഭാഗം അഴിഞ്ഞിട്ടുണ്ടാവും. അതിങ്ങനെ ഹനുമാൻ്റെ വാല് പോലെ പിന്നിൽ ഇങ്ങനെ തൂക്കിയും കൊണ്ടാണ് നടന്നു വരിക. അങ്ങനെ നടന്നു വരുന്ന ആ യശോദ തൈര് കടയുന്ന ആ കടകോലുമ്പിൽ പിടിച്ചു. മതി, ഞാൻ വന്നില്ലേ, ഇനി എനിക്ക് പാല് തരൂ എന്നുള്ള ഭാവത്തെ. അപ്പം യശോദ ഒന്നും ചെയ്യില്ല. യശോദ ആ പാട്ട് പാടുന്നതിൻ്റെയും ആ താളത്തിൽ തൈര് കടയിൽ തൽക്കാലം ഒന്ന് നിർത്തി. കൃഷ്ണനും അതെ അപ്പോഴേക്കും തുടങ്ങി. എന്താ തുടങ്ങിയേ? സ്തനകഞ്ചുകൊക്കെ അഴിച്ചു മാറ്റി പാല് കുടിക്കാൻ തുടങ്ങി. തൻ്റെ അവകാശമാണത്, ആരും ചോദിക്കാനൊന്നുമില്ല. ആരോടെങ്കിലും ചോദിക്കണോ നമ്മളെ പാല് കുടിക്കാൻ? അങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പയസി ത്വധിശ്രുതേ, പാല് തിളപ്പിക്കാൻ വെച്ചത് ഓർമ്മ വന്ന് യശോദ ഈ കുഞ്ഞിനെ താഴത്ത് വെച്ച് പാലെടുത്തു വെക്കാൻ പോയപ്പോഴേക്കും അമ്മയ്ക്ക് എന്നെ പാലിനെടുക്കാലോ, എന്നെ എടുക്കാൻ ഇഷ്ടച്ചാ എന്നെയല്ലേ എടുക്കുക. അപ്പം അമ്മയ്ക്ക് എന്നേക്കാ ഇഷ്ടം പാലിനോടായതുകൊണ്ടല്ലേ പാലെടുക്കാൻ പോയത്. കാണിച്ചുതരാം എന്ന് പറഞ്ഞ്
ദേഷ്യവും സങ്കടമൊക്കെ അങ്ങോട്ട് വന്നു. ആ പല്ലൊക്കെ ഉണ്ട് കടിച്ച്, ചുണ്ടൊക്കെ എന്നെ ചോപ്പിച്ച്, കണ്ണിലിങ്ങനെ വെള്ളം നിറച്ച്, അവിടെ കണ്ടൊരു കുഞ്ഞിയെ കല്ലും എടുത്തും കൊണ്ട് വന്ന് അതിങ്ങനെ പൊക്കി പിടിച്ച് ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് എന്നിട്ട് ഇട്ടു. പാത്രം പൊട്ടി, ആ ദിക്കിൽ മുഴുവനും തൈരായി. ഇത് കണ്ടിട്ടാ യശോദ വന്നത്. പക്ഷെ സൂത്രമുണ്ട്, ഉറക്കാണ് കരഞ്ഞു. എന്നാ എന്താശുണ്ടോ, കരഞ്ഞിട്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല. ചിർച്ചും കൊണ്ട് അബദ്ധം പറ്റിച്ചാലേ അത് പറ്റിക്കലാവുള്ളൂ. കരഞ്ഞും കൊണ്ട് പറ്റിച്ചാൽ എന്തോ സങ്കടം കൊണ്ട് ചെയ്തതാന്നേ വരുള്ളൂ. ആ കുട്ടിക്ക് സങ്കടമായില്ലേ എന്ന് യശോദ വിചാരിച്ചോട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് മൃഷാശ്രുഹു ദൃഷദശ്മനാരഹ, ആരും അറിയാണ്ട് എടുത്തും കൊണ്ട് വന്ന ആ കല്ല് കരഞ്ഞും കൊണ്ട് ഈ പാത്രത്തിൻ്റെ മുകളിൽ ഇട്ടത്. പക്ഷെ കൃഷ്ണൻ അബദ്ധം കാട്ടിയെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയോ, പാത്രം പൊട്ടി തൈര് അതി ആയി എന്ന് ഉറപ്പായതോടുകൂടി അവിടുന്ന് സ്ഥലം വിട്ടു.